So already we have discussed about the crystallization process and all. Okay, audible alle? Onnu respond ചെയ്തേ audible അല്ല എല്ലാവർക്കും? Yes, sir. Okay. Already we have discussed the solidification process. So in the previous chapters we are discussing about the crystal structure, different atomic arrangements, etc. of individual elements or pure metals. So in this chapter we will be discussing about the arrangement and the different features what we have seen in a alloy or in a solid solution. Okay. നമുക്കറിയാം നമ്മളെ എല്ലാ ഡിസ്കഷനിലും നമ്മളെന്താണ് ഡിഫറെൻറ്റ് പ്യുവർ മെറ്റൽസ് ആണെന്ന് നമുക്കറിയാമല്ലോ. ഏതൊക്കെയാണ് പ്യുവർ മെറ്റൽസിൻ്റെ മെറ്റാലിക് എലമെൻറ്റ്സ് ഒക്കെ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ അയൺ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണ്, ഒരു എലമെൻറ്റ് മെറ്റലാണ് നമ്മൾ അയണാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ വൈ പ്യുവർ മെറ്റൽസ് ആർ റയർലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്? എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ഞാൻ ഉദ്ദേശിച്ചത് അയണിൻ്റെ അലോയ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ബട്ട് വി ആർ നോട്ട് യൂസിങ് പ്യുവർ മെറ്റൽസ് ഫോർ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്. സോ വൈ പ്യുവർ മെറ്റൽസ് ആർ റയർലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്? ആർക്കെങ്കിലും അറിയോ? എക്സ്പെൻസീവ്. ഓക്കെ. ഇൻസ്റ്റഡ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഇൻസ്റ്റഡ് വി യൂസ് അലോയ്സ്. ഓക്കെ. സോ പ്യുവർ മെറ്റൽസ് ഹാവ് ഡിഫറെൻറ്റ് മീൻസ് various problems while used for different applications. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാരണം ഫസ്റ്റ് കേസ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ സിൽവറിൻ്റെ കൂടെ നമ്മൾ കോപ്പർ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്നുണ്ട് അല്ലേ. ഈവൻ നമ്മൾ ഗോൾഡിൽ നമ്മൾ കുറച്ച് കോപ്പർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ബിക്കോസ് ഗോൾഡ് നമ്മൾ യൂഷ്വലി എന്താണ്, ഗോൾഡ് നമ്മൾ ഓർണമെന്റൽ മെറ്റലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ, ശരിയല്ലേ. ഇപ്പോൾ ഓർണമെന്റൽ മെറ്റലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് വേണം, അതിന് സ്ട്രെങ്ത് കൂടുതൽ വേണം. കാരണം ഓർണമെന്റ്സ് നമ്മൾ പല ഇൻട്രൻസിക് കോംപ്ലിക്കേറ്റഡ് ഷേപ്സിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, പല ഡിസൈൻ ഷേപ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഗോൾഡ് അല്ലേ, വളരെ ഡക്റ്റൈലാണ് പ്യുവർ ഗോൾഡ്. സോ നമുക്ക് ഓർണമെന്റലായിട്ട് യൂസ് ചെയ്യുമ്പോൾ വി ഡോണ്ട് വാണ്ട് ദാറ്റ് മച്ച് ഡക്റ്റിലിറ്റി. സോ വി വാണ്ട് ടു ഇംപ്രൂവ് ദ സ്ട്രെങ്ത് ഓഫ് ദി ഗോൾഡ്. സോ വി വിൽ അലോ ഇറ്റ് വിത്ത് കോപ്പർ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഗോൾഡിൻ്റെ അലോയ് ആയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഓർണമെന്റലിൽ. അതുപോലെ നമ്മൾ സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. സിൽവറിൽ നമ്മൾ അതുപോലെ കോപ്പർ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം അയേൺ, നമ്മൾ ജനറലി നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന അയേൺ, ഇരുമ്പ് എന്നില്ല അല്ലേ. അയേൺ ആസ് എ പ്യുവർ ഇറ്റ് ഈസ് വെരി സോഫ്റ്റ്. സോഫ്റ്റ് മീൻസ് നമുക്ക് തന്നെ സോഫ്റ്റ്, നമുക്കത് ഫീൽ ചെയ്യുന്ന സോഫ്റ്റ് എന്നല്ല. ആൻഡ് കമ്പയർഡ് ടു അതർ മെറ്റാലിക് എലമെന്റ്സ് ഇറ്റ് ഈസ് സോഫ്റ്റ് ഒരു മെറ്റലാണ് അയേൺ. So it can't be used for different engineering applications or purposes. So what we will do is we will allow it, or we will add certain other elements so that we will get the different alloys of this iron. So അങ്ങനെ കിട്ടുന്ന ഒരു alloy ആണ് steel. Okay. Steel is an important alloy of iron. നമ്മൾ മെക്കാനിക്കലിൻ്റെ ഒരു പ്രൊഡക്ഷൻ സെക്ടറിൽ ഒരു 70-75% we are using this steel. Okay. സോ വാട്ട് ഈസ് ആൻ അലോയ്? ഓൾറെഡി നിങ്ങൾക്ക് ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അലോയിൻ്റെ അല്ലേ. എന്താണ് അലോയ്? ആൻ അലോയ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് പൊസസസ് മെറ്റാലിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 or more അതർ എലമെന്റ്സ് അല്ലേ. 2 or അതിലധികമോ അതർ എലമെന്റ്സ് ഉള്ള ഒരു മെറ്റാലിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ് അലോയ് അല്ലേ. ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് വരാം, 1, 2 വരാം, 3 വരാം. സോ നമ്മൾ ഈ ആഡ് ചെയ്യുമല്ലേ, നമ്മളപ്പോൾ എപ്പോഴും ഇപ്പോൾ നോക്കി അയൺ, ഇൻ അയൺ വി ആർ ആഡിങ് അലോയിങ് എലമെന്റ്സ്. So we will get steel. So iron, if you are adding carbon, we will get carbon steel. അപ്പോൾ സ്റ്റീലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് അയൺ എന്നുള്ള മെയിൻ ബേസ് മെറ്റലിൽ നമ്മൾ കാർബൺ ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന അലോയ് ആണ് സ്റ്റീൽ. ഓക്കെ. ലൈക്വൈസ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ ഉണ്ട് അല്ലേ. ഈവൻ വി ക്യാൻ ആഡ് അതർ ദാൻ കാർബൺ, വി ക്യാൻ ആഡ് ക്രോമിയം, മോളിബ്ഡനം, like that different elements we can add as the alloying elements, so that we will get the different alloys which will use different properties, so which will be suitable for different applications. So നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോപ്പർട്ടി നമുക്ക് ഈ അലോയിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ഡിഫറെൻറ്റ് അലോയ്സ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. The metal present in the alloy in largest portion is called the base metal. So സ്റ്റീലിൻ്റെ കേസിൽ അയൺ ആയിരിക്കും ബേസ് മെറ്റൽ. All other elements present in the form of metal or non-metal are called alloying elements. So these alloying elements result in marked changes in properties, especially mechanical properties. ഇപ്പോൾ
പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ മാർക്കബിൾ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ബൈ അലോയിങ് ദീസ് പ്യുവർ മെറ്റൽസ്. സോ ഈ ചാപ്റ്ററിന് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്ന ഇതാണ്, ഈ ഒരു ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്യുവർ മെറ്റൽസ് ആൻഡ് നീഡ് ഓഫ് അലോയിങ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതിലുണ്ട് കോപ്പർ ക്യാൻ ബി സ്ട്രെങ്തൻ ബൈ ആഡിങ് സം സിങ്ക് ടു ഇറ്റ്, അല്ലെ. അതുപോലെ സിൽവർ ക്യാൻ ബി മെയ്ഡ് സ്ട്രോങ്ങർ ബൈ ആഡിങ് സം കോപ്പർ ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ലിമിറ്റേഷൻസ് പ്യുവർ മെറ്റൽസിൻ്റെ. അപ്പോൾ നിങ്ങളിത് സ്ലൈഡിൽ വായിച്ച് നോക്കുക, സെയിം ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം ഇത് എപ്പോഴാണ് ഇത് സോൾഡിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മെറ്റൽ കിട്ടുന്നത്, അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു കാസ്റ്റിങ്ങിലൂടെ നമ്മൾ സോൾഡിഫിക്കേഷൻ പ്രോസസ്സിൽ, അല്ലേ, അതായത് ഒരു കൂളിംഗ് പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഫൈനൽ സോളിഡ് മെറ്റലായിട്ട് കിട്ടുന്നത്, അല്ലേ, ഫൈനൽ എലമെന്റ് കിട്ടുന്നത്, അല്ലേ. അലോയ്സും അതുപോലെ തന്നെ ചെയ്യുന്നത്, അതിൽ എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും, ഇതൊരു ഹയർ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ. അപ്പൊ അതൊരു സൊല്യൂഷൻ, ഒരു ലിക്വിഡ് രൂപത്തിലായിരിക്കും ഉണ്ടല്ലോ. അതിനെ നമ്മൾ ഗ്രാജുവൽ സോൾഡിഫിക്കേഷനിലൂടെ നമുക്ക് അതിന്റെ സോളിഡ് ഫോമിലെ ഫൈനൽ സോളിഡ് സ്ട്രക്ചർ കിട്ടും, അല്ലെ. അപ്പൊ അതിനെ നമ്മൾ സോളിഡ് സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ദിസ് സൊല്യൂട്ട് ആറ്റംസ് ആർ ഡിസോൾവ്ഡ് ഓർ സൊല്യൂബിൾ ഓർ സോൾവ്ഡ് ഇൻ ദി സോൾവെന്റ്. അപ്പൊ അതിനെ നമ്മൾ സോളിഡ് സൊല്യൂഷൻസ് പറയും. അപ്പൊ അലോയ്സ് ഇപ്പൊ നോക്കിയേ, ചിലപ്പോ ഈ സൊല്യൂട്ട് ആറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും, അല്ലെ. ചിലപ്പോൾ അത് പാർഷ്യലി മാത്രമേ ഡിസോൾവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ചിലത് ഇത് ഡിസോൾവ് ആവാണ്ട് നിൽക്കും, അല്ലെ. ചില സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് മാറി നിൽക്കും. അപ്പൊ ഇങ്ങനെ പല ഫോംസ് വരാം അലോയ്സിൽ. സോ അതാണ് നമ്മൾ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ അലോയ്സ് ആർ ഫോംഡ് ആസ് സോളിഡ് സൊല്യൂഷൻസ്, വൈൽ ഫ്യൂ അതർ ഫോം ഫേസ് മിക്സ്ചേഴ്സ് ആൻഡ് ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് നോക്കിയാൽ മതി, ഈ സോളിഡ് സൊല്യൂഷനിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അലോയ്സിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് അതിന് സോളിഡ് സൊല്യൂഷൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടല് കോമ്പൗണ്ട്, ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് കിട്ടും. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഇൻ സോളിഡ് സൊല്യൂഷൻ വേരിയേഷൻ ഇൻ കോമ്പോസിഷൻ ഈസ് പോസിബിൾ. ദാറ്റ് മീൻസ് ഇപ്പോൾ അയൺ, അല്ലെ, അയൺ നമ്മൾ കാർബൺ ആഡ് ചെയ്യുന്നത്, കാർബൺ എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്യാം? 0.15% ആഡ് ചെയ്യാം, 0.3 ആഡ് ചെയ്യാം, 0.6 ആഡ് ചെയ്യാം, 0.9 ആഡ് ചെയ്യാം, 1.5 ആഡ് ചെയ്യാം, അങ്ങനെ കൂട്ടി പോവാം, അല്ലെ. സോ വി വിൽ ഗെറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, കാസ്റ്റ് അയൺ, ലൈക്ക് ദാറ്റ് വിൽ ഗെറ്റ്, അല്ലെ. സോ വേരിയേഷൻ ഇൻ കോമ്പോസിഷൻ ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് solid solution. Okay, but in the case of a compound or intermetallic compound, the composition will be fixed. H2O എന്നെല്ലാം പറയുന്നത്, അല്ലെ, വാട്ടർ, അത് കോമ്പൗണ്ട് ആണ്. ഫിക്സ്ഡ് അറ്റോംസ് ആർ ഫിക്സ്ഡ്, അതൊരു ബോണ്ടിങ് വഴി ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ ആയിരിക്കും എപ്പോഴും ഉണ്ടാകും, ഒരു കൃത്യമായ റേഷ്യോയിൽ ഉണ്ടാവും, അല്ലെ. സോ ഫിക്സ്ഡ് കോമ്പോസിഷൻസ് ആർ സീൻ ഇൻ കോമ്പൗണ്ട്, ബട്ട് സോളിഡ് സൊല്യൂഷൻ വി ക്യാൻ വാരി ദ കോമ്പോസിഷൻ. Again, in solid solution, usually the crystal structure of the solution is that of one of the component. നമ്മൾ ഇപ്പോൾ രണ്ട് കോമ്പോണന്റ് വെച്ചിട്ട്, രണ്ട് എലമെന്റ് വെച്ചിട്ടാണ് ഒരു ഫൈനൽ അലോയ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ, ഫൈനൽ സോളിഡ് സൊല്യൂഷൻ സ്ട്രക്ചർ ഏതെങ്കിലും ഒന്നിന്റെ പോലെ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോമ്പൗണ്ട് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്, അല്ല, സ്ട്രക്ചർ പുതിയൊരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടല്. ഹൈഡ്രജനും ഓക്സിജൻ ചേർന്ന് H2O വാട്ടർ ഡിഫറെന്റ് സ്ട്രക്ചറാണ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, so alloy നമ്മൾ ഓൾറെഡി നോക്കിയ ഡെഫിനിഷൻ തന്നെയാണ്. An alloy is a substance that is composed of two or more elements such that metallic atoms predominate in composition. Okay, the element present in large proportion is called base metal and all other elements present are known as alloying elements. So ഒന്നിൽ കൂടുതൽ alloying elements വരാം. അപ്പോൾ എന്താ ഈ alloying elements ആഡ് ചെയ്യുന്നതോടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. ഏതൊക്കെ പ്രോപ്പർട്ടീസ്? വി ക്യാൻ improve the physical, chemical, mechanical and electrical properties of the base metal, അല്ലെ. അയൺ സോഫ്റ്റ് ആയിരുന്നു, അത് നമ്മൾ ഹാർഡൻ ചെയ്തു, അല്ലെ, കാർബൺ ആഡ് ചെയ്യുന്നതിലൂടെ. അതുപോലെ അയൺ നമുക്ക് കൊറോഷൻ റെസിസ്റ്റൻസ്, നമുക്കറിയാം അയൺ കൊറോഡ് ചെയ്യും, അതിന്റെ കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നമ്മൾ ക്രോമിയം ആഡ് ചെയ്താൽ നമുക്ക് അതിന്റെ കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടാം. അപ്പോൾ എത്ര പെർസെന്റേജ് ക്രോമിയം ആഡ് ചെയ്യണം? അപ്പോൾ ഓരോ പെർസെന്റേജ് ക്രോമിയത്തിന് നമുക്ക് ഡിഫറെന്റ് സോളിഡ് സൊല്യൂഷൻസ് ആണ് കിട്ടുന്നത്. അതിന് അലോയ്സിന് തന്നെയാണ് നമ്മൾ സോളിഡ് സൊല്യൂഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എങ്ങനെയാ പ്രാക്ടിക്കലായിട്ട് നോക്കേണ്ടതാണ്, ഏതിലാണ് നമുക്ക് ബെസ്റ്റ് ഒപ്റ്റിമം എത്ര പെർസെന്റേജ് ആണ് ഫോർ ബെസ്റ്റ് റിസൾട്ട് നമ്മൾ നോക്കണം, അല്ലെ. ഓക്കെ, അപ്പൊ അതിൽ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് നോക്കിയത് ഇക്വിലിബ്രിയം ഡയഗ്രം ഓർ ഫേസ് ഡയഗ്രം റെപ്രസെന്റ് ദ ചേഞ്ച് ഓക്കർ ഇൻ എ അലോയ് സിസ്റ്റം ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. നമ്മൾ നോക്കും എന്താണ് ഫേസ് ഡയഗ്രം, ഇക്വിലിബ്രിയം ഡയഗ്രം നമ്മൾ നോക്കും, അടുത്ത ഈ ചാപ്റ്ററിൽ തന്നെ നോക്കും. അപ്പോൾ നമ്മൾ ഈ അലോയ്സ്, അല്ലെ, നമ്മൾ ഈ അലോയ്സിന്റെ ഡിഫറെന്റ് വേരിയേഷൻസ്, അല്ലെ,
ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ. നമുക്കറിയാം ഇതൊരു ഹയർ ടെമ്പറേച്ചർ നമ്മൾ കൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോഴാണ് നമ്മളിത് സോളിഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്, സോൾഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് ബേസ് എലമെന്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ബേസ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പോലെ ആഡ് ചെയ്യാം? നമുക്ക് ആദ്യം ഒരു പ്യുവർ അയേൺ ഉണ്ട് അല്ലെ, അയേണിൽ നമ്മൾ കാർബൺ ആഡ് ചെയ്യുമ്പോൾ സ്റ്റീൽ കിട്ടുന്നുണ്ട്. അപ്പൊ അയേണിൽ കാർബൺ എങ്ങനെ ആഡ് ചെയ്യാം? ഞാൻ പറഞ്ഞു 1.5% ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ വേരി ചെയ്യാം അല്ലെ. 0 to എത്രയോ 100 വരെ നമുക്ക് കോമ്പോസിഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കാം ഏത് ആഡ് ചെയ്യുന്ന എലമെന്റിന്റെ. അപ്പൊ ഈ കോമ്പോസിഷൻ വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് സോളിഡ് സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന എവിടുന്നാണ്? നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡയഗ്രാം പ്ലോട്ട് ചെയ്യും. അതിനെ നമ്മൾ ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറയുന്നത്. ഓരോ ടെമ്പറേച്ചറിലും ഓരോ കോൺസെൻട്രേഷനിലും അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ഈ ഫേസ് ഡയഗ്രാം വെച്ച് മനസ്സിലാക്കാം. So this equilibrium diagram or phase diagram represents the change occur in an alloy system due to variation in temperature and composition or temperature and concentration. Okay. So ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് എന്താണ്? A bridge manufactured from the metal iron. നമുക്കറിയാം മെറ്റൽ അയൺ സോഫ്റ്റ് ആണ് അല്ലെ, അപ്പൊ അതിന് സ്ട്രെങ്ത് കുറവാണ്, അതിന്റെ സ്റ്റിഫ്നെസ് കുറവാണ്. സോ ഇറ്റ് വിൽ നോട്ട് ബി സ്റ്റേബിൾ. സോ നമ്മൾ അയൺ വെച്ചിട്ട് ഒരു ബ്രിഡ്ജ് കെട്ടിയാലോ ഒരു പാലം പണിതാലോ ഇറ്റ് വിൽ ബ്രേക്ക്, ഇറ്റ് വിൽ കൊളാപ്സ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രിഡ്ജ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വി വിൽ യൂസ് അലോയ്സ് ലൈക്ക് സ്റ്റീൽ വി വിൽ യൂസ്. അപ്പോൾ ഏതാണ് സ്റ്റീൽ അതിന് വേണ്ടത്, അനുയോജ്യമായ വേണ്ടത്, അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും ബാക്കിയില്ല നമ്മൾ ഇതൊക്കെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കേട്ടിട്ടുണ്ടാവും ടേംസ് ഒക്കെ. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിന് അനുയോജ്യമായ അലോയ് കണ്ടെത്തും അല്ലെ. സ്റ്റീലാണ് അലോയ് അയണിന്റെ. ആ സ്റ്റീൽ ഏത് ആ പർട്ടിക്കുലർ സ്റ്റീൽ നമ്മൾ അത് യൂസ് ചെയ്യും. സോ അതാണ് ഇതിൽ അനിമേഷനിൽ കാണിക്കുന്ന ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് അലോയ്സ്. ഇപ്പൊ അലോയ്സ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പല രീതിയിൽ പറയാം അല്ലെ. alloys can be classified different types of alloys. അങ്ങനെ വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലൈക്ക് അയൺ അലോയ്സ് എന്നിട്ട് കുറെ ടൈപ്സ് ഓഫ് സ്റ്റീൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അത് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷേ ഇവിടെ ക്ലാസിഫിക്കേഷൻ കൃത്യമായി സ്ട്രക്ചറൽ ഡിഫറൻസ് കൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ പറയേണ്ടത് അല്ലെ. ഇപ്പൊ കോപ്പറിന്റെ അലോയ്സ് നമുക്ക് കുറെ പറയാം, ബ്രാസ്, ബ്രോൺസ് അങ്ങനെ വെച്ച് കുറെ ക്ലാസിഫിക്കേഷൻ പറയാം. അങ്ങനെയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കിയേ, പ്രാക്ടിക്കലി ഓൾ സ്ട്രക്ചറൽ മെറ്റൽ in use today are alloys that are obtained by melting two or more different metals together. When two metals are melted together and solidified, any of the following three different things can happen. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ഉള്ള ബേസ് മെറ്റലിൽ നമ്മൾ അലോയിങ് എലമെന്റ് ആഡ് ചെയ്തു. ഒരു എലമെന്റ് ആവാം, ഒന്നിൽ കൂടുതലാവാം, ചെറിയൊരു പ്രൊപ്പോർഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അലോയ്സ് കിട്ടി അല്ലെ. അപ്പൊ അത് സോളിഡ് സൊല്യൂഷൻ രൂപത്തിലായിരിക്കും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ത്രീ പോസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ, ദ അലോയ് ഈസ് ഫോംഡ് ആസ് എ സോളിഡ് സൊല്യൂഷൻ. നമ്മൾ ഇത്ര നേരം നോക്കുന്നത് സോളിഡ് സൊല്യൂഷൻ പോലെ അല്ലെ, കാരണം വി ക്യാൻ വാരി ദ കോമ്പോസിഷൻ, ദാറ്റ് ഈസ് എ സോളിഡ് സൊല്യൂഷൻ. ഓർ ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ മിക്സ്ചർ ഓഫ് സെപ്പറേറ്റ് ഫേസ്. രണ്ടും വേറിട്ട് നിൽക്കുന്ന രണ്ട് ഫേസസ് ആയിട്ടല്ല. ഫേസസ് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഫേസസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ അല്ലെ. വാട്ടറിന് ഡിഫറെന്റ് ഫേസ് അല്ലെ, ഗ്യാഷ്യസ് ഫേസ് ഉണ്ട്, സോളിഡ് ഫേസ് ഉണ്ട്, ലിക്വിഡ് ഫേസ് ഉണ്ട്. അതുപോലെ സെപ്പറേറ്റ് ഫേസ് ആയിട്ട് നിൽക്കാം ഈ മിക്സ്ചർ, അങ്ങനെ നമുക്ക് കിട്ടാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിലോ തേർഡ് ആയിട്ട് ഒരു പോസിബിലിറ്റി എന്താണ്? ഇറ്റ് ആസ് ആൻ ഇന്റർ മെറ്റാലിക് കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് അല്ല, ഫിക്സഡ് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോർഷൻ ഫിക്സഡ് റേഷ്യോ കോൺസെൻട്രേഷൻ ഒരു കോമ്പൗണ്ട് ആയിട്ട് ഫോം ചെയ്യാം. ഈ മൂന്ന് പോസിബിലിറ്റീസ് ആണ് ഉള്ളത് അലോയ്സിന്, അലോയ് ഫോർമേഷന്. സോ അതാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങളോട് ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾ മെറ്റീരിയൽ സയൻസ് വ്യൂ പോയിന്റിലാണ് എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വേണം എഴുതാൻ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഓരോന്നും പറയാം. അല്ലാണ്ട് നമുക്ക് ചില ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസിഫിക്കേഷൻ കുറെ ടൈപ്സ് ഓഫ് അലോയ്സ് ആയിരിക്കും. സ്റ്റീലിന്റെ ഡിഫറെന്റ് അലോയ്സ്, കോപ്പറിന്റെ ഡിഫറെന്റ് അലോയ്സ്, അങ്ങനെയല്ല എഴുതേണ്ടത്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ രണ്ട് എലമെന്റ് നമ്മൾ എടുത്തു. H and Y are two component metals. A solid solution will be formed when the strength of HY bond is intermediate between those of HH and YY bonds. നമുക്കറിയാം രണ്ട് എലമെന്റ് എടുത്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കോപ്പർ നിക്കൽ അലോയ് ഈസ് എൻ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. അപ്പൊ കോപ്പർ എന്ന എലമെന്റ് ഒരു മെറ്റീരിയൽ എടുത്താൽ, മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ ആറ്റംസ് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും അല്ലെ. അതുപോലെ നിക്കൽ ആറ്റം തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ കോപ്പറും നിക്കലും ഒന്നിച്ച് ചേർത്ത് ഒരു അലോയ് ഉണ്ടാക്കിയാണ്. അപ്പൊ ആ അലോയിൽ കോപ്പറും ഉണ്ടാവും നിക്കലും ഉണ്ടാവും അല്ലെ. അപ്പൊ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അത് റീബോണ്ട് ചെയ്ത് റീക്രിസ്റ്റലൈസേഷൻ സമയത്ത് പുതിയ ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ കാറ്റഗറി എത്തുന്നത്? സോളിഡ് സൊല്യൂഷൻ ആണെന്ന് അങ്ങനെ മനസ്സിലാക്കുന്നത്. ഈ H and Y are two component metals. A solid solution will be formed when the strength of HY bond is intermediate between those of HH and YY bond. അപ്പോൾ HH ബോണ്ടിന്റെയും YY ബോണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് HY ബോണ്ടിന്റെ സ്ട്രെങ്ത് എങ്കിൽ നമുക്ക് അതിന് എന്താണ്, അതൊരു സോളിഡ് സൊല്യൂഷൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് കോപ്പർ നിക്കൽ അലോയ്. ഓക്കെ,
Second case of a multi-phase mixture, when it is formed when the HY bond is weaker than HH and YY bond. ഈ പറയുന്ന HH ബോണ്ടിന്റെ YY ബോണ്ടിനേക്കാളും സ്ട്രെങ്ത് കുറവാണ്, അല്ലെങ്കിൽ വീക്ക് ആണ് ഇപ്പൊ പറയുന്ന HY ബോണ്ട് എങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് ഒരു മൾട്ടി-ഫേസ് മിക്സർ ആയിരിക്കും, അല്ലെ. ടിൻ ലെഡ് അലോയ് ആണ് ഒരു എക്സാമ്പിൾ, SnPb അലോയ് ഒരു എക്സാമ്പിൾ ആണ്, അല്ലെ. തേർഡ് വൺ എന്താണ്, മെറ്റാലിക് കോമ്പൗണ്ട് ഉണ്ടാവുന്നത്, അല്ലെ. അവിടെ എന്താണ് അവിടുത്തെ കണ്ടീഷൻ എന്താണ്? Metallic compound is intermetallic compound is formed when HY bond is stronger than HH bond and YY bond. ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് എലമെന്റ് HH ബോണ്ടും അതുപോലെ രണ്ടാമത്തെ എലമെന്റ് ആയ രണ്ടാമത്തെ മെറ്റലായ YY ബോണ്ടിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും പുതിയതായി ഫോം ചെയ്ത ഈ രണ്ട് എലമെന്റും വെച്ചിട്ടുള്ള ബോണ്ടായ HY ബോണ്ട്. സോ അത്തരത്തിലുള്ള കേസിൽ അത് ഒരു സ്റ്റേബിൾ മെറ്റാലിക് ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. Fe3C ഓസ്റ്റനേറ്റ്, ഇറ്റ് ഈസ് an intermetallic compound formed in iron carbon alloy system. അയൺ കാർബൺ അലോയ് സിസ്റ്റത്തിലെ ഒരു ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ആണ് Fe3C. ഇതാണ് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് അലോയ്സ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചോദിച്ചാൽ എഴുതേണ്ട ക്ലാസിഫിക്കേഷൻ ഓഫ് അലോയ്സ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ അലോയ്സ് എന്ന് പറയുമ്പോൾ അലോയ് സിസ്റ്റംസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ടേം ഇനിയും വരും ഈ ചാപ്റ്ററിലൊക്കെ, നിങ്ങൾക്ക് ടെസ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ അലോയ് സിസ്റ്റംസ് കാണുന്നുണ്ടാവും. അപ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെന്റ് വേരിയേഷൻസ് ഓഫ് കോമ്പോസിഷൻ പോസിബിൾ. ഓക്കെ, രണ്ട് മെറ്റൽ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ട് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് വേരിയേഷൻസ് ഇൻ കോമ്പോസിഷൻ പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു അലോയ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ അലോയ് അല്ല, ഡിഫറെന്റ് കോമ്പോസിഷൻ വേരിയേഷൻസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അലോയ്സ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്താലും ഓക്കെ, it does not mean that all the alloys have in any one of the above ways in all compositions. എന്ന് വെച്ചാൽ ഇപ്പൊ ചില അലോയ്സിൽ ഈ കോമ്പോണൻസ് പാർഷ്യലി സോല്യൂബിൾ ആയിരിക്കും സോളിഡ് സ്റ്റേറ്റിൽ, അതായത് കംപ്ലീറ്റ് സോല്യൂബിൾ ആയിരിക്കില്ല, പാർഷ്യലി ലിമിറ്റഡ് ആയിരിക്കും അതിന്റെ സോല്യൂബിലിറ്റി. അപ്പോൾ നോക്കിയാൽ അവിടെ സോളിഡ് സൊല്യൂഷൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും കുറച്ച് കോമ്പോസിഷനിൽ, കാരണം അവിടെ കംപ്ലീറ്റ് സോല്യൂബിൾ ആയിട്ടുണ്ടാവും. ചില സ്ഥലത്ത് അത് ഫേസ് മിക്സ്ചേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ചില കേസിലൊക്കെ ഇപ്പൊ അയൺ കാർബൺ അലോയ് സിസ്റ്റത്തിൽ എടുത്താൽ ലോ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ലോ കാർബൺ കണ്ടന്റ് വരുന്ന സമയത്ത്, കാർബൺ ആണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത് അല്ലെ, ഈ അയൺ കാർബൺ സിസ്റ്റത്തിൽ കാർബൺ അയണിൽ ആഡ് ചെയ്ത് പോവാണ് അല്ലെ. ലോ കാർബൺ കണ്ടന്റ് വരുമ്പോൾ അല്ലെ കാർബൺ കോൺസെൻട്രേഷൻ വളരെ കുറവ്, ലോ കാർബൺ കോൺസെൻട്രേഷനിൽ അവിടെ സോളിഡ് സൊല്യൂഷൻ ഫോം ചെയ്യും. പിന്നെയും നമ്മൾ കാർബൺ കണ്ടന്റ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഫേസ് മിക്സ്ചേഴ്സ് ആർ ഫോംഡ് ആൻഡ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് ആർ ഫോംഡ്. ഓക്കെ, അപ്പോൾ ഒരു അലോയ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഒന്നെങ്കിൽ സോളിഡ് സൊല്യൂഷനും ഇന്റർമെറ്റാലിക് കോമ്പൗണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻ ബിറ്റ്വീൻ ആയ അതിന്റെ ഫേസ് മിക്സ്ചറും ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സോളിഡ് സൊല്യൂഷൻ മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ അലോയ് സോളിഡിഫൈ ചെയ്ത അതിനെയാണ് നമ്മൾ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒന്നിൽ കൂടുതൽ മെറ്റൽസ് അതിൽ വരാം ആ സോളിഡ് സൊല്യൂഷൻ. സോളിഡ് സൊല്യൂഷന് സാധാരണ നമ്മൾ ആൽഫ ഫേസ് ആയിട്ടാണ് പറയുന്നത്. അതിന്റെ സോളിഡ് രൂപത്തിന് ആൽഫ ഫേസ് ആയിട്ട് പറയും. ലിക്വിഡ് രൂപത്തിൽ നമ്മൾ എൽ എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, എൽ ഫേസ് ആൻഡ് ആൽഫ ഫേസ്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ലിക്വിഡും സോളിഡും ഒന്നിച്ച് നിൽക്കും, അല്ലെ ലിക്വിഡായിട്ടും സോളിഡ് ആയിട്ടുള്ള 2 ഫേസും ഉണ്ടാവും. അവിടെ നമ്മൾ എൽ പ്ലസ് ആൽഫ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യും. നമ്മൾ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ 2 ടൈപ്സ് ഓഫ് സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ, രണ്ടാമത്തത് ഇന്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ആറ്റംസ് 1 by 1 ആയിട്ട് അടുത്തടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറ്റംസ് 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ആറ്റം അല്ലെ. അപ്പോൾ നമുക്കറിയാം ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ കിട്ടുന്നത് അല്ലെ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും, ദർ വിൽ ബി എ സൊല്യൂട്ട്, ദർ വിൽ ബി എ സോൾവെന്റ്. അപ്പോൾ സൊല്യൂട്ട് ആറ്റംസ് ഉണ്ട്, സോൾവെന്റ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഓൾറെഡി കുറച്ച് ആറ്റംസ് ഉണ്ട് അല്ലെ. ഈ ആറ്റംസ് ഒക്കെ എന്താണ്, ഇതൊക്കെ സോൾവെന്റ് ആറ്റംസ് ആണ്, സോൾവെന്റ് ആറ്റംസ് അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തു അല്ലെ. ഓൾറെഡി സോൾവെന്റ് ആറ്റത്തിൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ സൊല്യൂട്ട് ആറ്റംസ് ഇവിടെയുള്ള സോൾവെന്റ് ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യും.
എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു പുതിയ ആറ്റം കിട്ടി, അല്ലെങ്കിൽ ഈ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ആറ്റം കിട്ടി അല്ലേ. അപ്പോൾ ഡയറക്റ്റ് റീപ്ലേസ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പുതിയ ആറ്റം എന്താണ്? അത് സൊല്യൂട്ട് ആറ്റമാണ് അല്ലേ. So solute atoms replace the solvent atoms from its regular crystal site. ഓക്കെ, അപ്പോൾ ഇതിനൊരു പിന്നെ എക്സാമ്പിൾ ആണ്, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സോളിഡ് സൊല്യൂഷൻ ആണ് ആൽഫ ബ്രാസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ആൽഫ ബ്രാസ്. ആൽഫ ബ്രാസ് പറയുന്നത് കോപ്പറും സിങ്കും തമ്മിലുള്ള ഒരു സോളിഡ് സൊല്യൂഷൻ ആണ് ആൽഫ ബ്രാസ്. അല്ലെങ്കിൽ കോപ്പർ നിക്കൽ അലോയ്, അല്ലെങ്കിൽ കോപ്പർ നിക്കൽ സോളിഡ് സൊല്യൂഷൻ വേറൊരു എക്സാമ്പിൾ ആണ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ആറ്റത്തിന്റെ ഡയമീറ്റർ രണ്ടും സെയിം ആണ് അല്ലേ. ആറ്റത്തിന്റെ ഡയമീറ്റർ രണ്ടും സെയിം ആണ്. മീൻസ് അപ്രോക്സിമേറ്റ്ലി, അതായത് റേഡിയസ് അല്ലേ, അല്ലെങ്കിൽ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് സൊല്യൂട്ട് ആറ്റംസ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റേഡിയസ് ഓഫ് ദി സോൾവെന്റ് ആറ്റം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷനിൽ വരുന്നത്. ഇനി രണ്ടാമത് കേസ് പറഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ ആണ്. അതിന് മുമ്പ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വായിച്ചു നോക്കാം. Here there is direct substitution of one type of atom for another. For example, ഇത് കോപ്പർ നിക്കൽ സോളിഡ് സൊല്യൂഷൻ പറയുന്നുണ്ട് അല്ലേ. ദ സൊല്യൂട്ട് ആറ്റംസ്, അതായത് നിക്കൽ ആറ്റംസ് എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള കോപ്പർ ആറ്റത്തിന് അവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കോപ്പർ ആറ്റം ഇവിടെ സോൾവെന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ കിട്ടും. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് റാൻഡം സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓർഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. റാൻഡം അല്ലെങ്കിൽ ഡിസോർഡർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഫിഗറിൽ കാണാൻ നിങ്ങൾക്ക് എ കാണിക്കുന്നതാണ് റാൻഡം സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ. റാൻഡംലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദി സോൾവെന്റ് ആറ്റംസ് ബൈ ദ സൊല്യൂട്ട് ആറ്റംസ്. സെക്കൻഡ് ബി, ഫിഗർ ബി എന്ന് കാണിക്കുന്നത് ഓർഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ ഒരു റെഗുലർ ഓർഡറിലാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ രണ്ട് ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, സെക്കൻഡ് വരുന്നതാണ് ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ. ഓൾറെഡി നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ വേക്കൻസിയും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ഒക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷനിൽ എന്താ സംഭവിക്കുന്നത്? Here the solute atoms occupy the void spaces in the crystal structure of solvent atoms. Solvent atom ഉള്ള സോൾവെന്റ് ആറ്റത്തിന്റെ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നതാണ് സോൾവെന്റ് ആറ്റംസ്. അപ്പോൾ റെഗുലർ ആയിട്ട് സോൾവെന്റ് ആറ്റം ഒരു പർട്ടിക്കുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഇത് സോൾവെന്റ് ആറ്റം ആണ് ഇവിടെ കാണിക്കുന്നത്, സോൾവെന്റ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇത് ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ ആണ് അല്ലെ. ഹിയർ സൊല്യൂട്ട് ആറ്റം സിറ്റ്സ് ഇൻ ദ വോയിഡ്സ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സോൾവെന്റ് ആറ്റം. സോൾവെന്റ് ആറ്റത്തിന്റെ വോയിഡ് സ്ട്രക്ചറിൽ വന്നിട്ടാണ് നമ്മളെ സൊല്യൂട്ട് ആറ്റംസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൊല്യൂട്ട് ആറ്റത്തിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് solute atoms. ഇവിടെ നിന്ന് മനസ്സിലാക്കാം, റേഡിയസ് ഓഫ് ദി solute atoms is less than, very less than radius of the solvent atom. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ സൊല്യൂബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതുപോലെ ഈ ഇൻഡസ്ട്രിയൽ സ്പേസിൽ ഈ സൊല്യൂട്ട് ആറ്റം വന്ന് നിൽക്കുന്നതനുസരിച്ച് അതിന്റെ അത് കൂടുതൽ അതിലേക്ക് ഡിസോൾവ് ആവും അല്ലേ. മാക്സിമം വോയിഡ് സ്പേസിലും അത് വന്ന് നിൽക്കുന്നതനുസരിച്ച് നമുക്ക് മാക്സിമം സൊല്യൂബിലിറ്റി കിട്ടും, അതിൻ്റെ ഒരു ലിമിറ്റ് കിട്ടും അല്ലേ. മാക്സിമം അത്ര ഡിസോൾവ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ FCC യൂണിറ്റ് സെൽ. ഓക്കെ, ഇപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ബോറോൺ ആറ്റംസ് ഒക്കെ സ്മോളർ ഡയമീറ്റർ ആണ്. സോ ദേ കൻ ഈസിലി fill in the empty space or interstitial spaces in the crystals of many metals. Okay, example ആയിട്ട് പറയുന്നത് carbon in alpha ion or carbon in iron is an example. Okay, so that is the two types of solid solutions. Next നമ്മൾ നോക്കുന്നത് ഒരു ടേം ആണ് solubility limit. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു
solubility of sugar in water. Figure solubility of sugar in water. Sugar, if you are adding sugar to water, we will get a sugar solution. Sugar solution sugar add a particular amount of water into the half liter. Sugar add the maximum sugar add the maximum concentration sugar. Further, if you are adding beyond its concentration, it will not dissolve in the water. So the solute atoms, sugar will not, it is not able to dissolve in the solvent atom. Solvent atom is water. So that's our sugar solution solubility limit. Particularly example 60 something, 62 percentage sugar add further dissolve. So after that, limit liquid solution plus solid sugar. Both liquid and solid will be seen beyond that limit. Okay. So our limit is solubility limit. Simple NaCl solution, sugar solution, we observe it. But already dissolve liquid solution. That is syrup, sugar syrup. So same detail slide a video. Similarly, solubility limit. Similarly, solid solubility limit. Solid solution case example sugar solution. That's usual general example. That's solubility limit. Solid solubility limit. Solid solubility limit. It is the maximum amount of solute that can be put in a solid solution. Okay, the solid solution we have maximum solute atom. That's solid solubility limit. So for example, we have solid solutions, interstitial solid solution, substitution solid solution. Okay, so we have example. For example, carbon in iron. Sadhana carbon in iron, gamma iron, carbon in iron, and gamma iron is austenate. Carbon in iron, copper in zinc. This is two types of solid solution. Now, in this case, interstitial solid solution case. Interstitial solution. Interstitial solution void space atoms interstitial carbon atom iron void space interstitial solid solution. Copper in zinc interstitial space interstitial solid solution. Now, these examples there is an upper limit of solubility. There is an upper limit of solubility. Upper limit of solubility is there. Okay. Unlimited dissolve this carbon example, carbon iron unlimited dissolve limit. Carbon case approximately 2% carbon can be soluble in gamma iron. Maximum 2% practical case dissolve solve soluble. Okay. That's example. Substitution solid solution example. Interstitial solid solution. Substitution solid solution example copper, nickel. Now, here we mixture any proportion unlimited solubility. Unlimited solid solubility. Unlimited solid solubility. Under pure copper and nickel 0 to 1%, 2%. Complete copper replace the complete nickel solid solutions. Okay, so pure copper and pure nickel. In between, different variations. Okay, so unlimited solid solubility is possible in this case, in the case of this
എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം അവിടെ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. നമ്മൾ ചില കേസിൽ ഒരു ലിമിറ്റ് ഉണ്ട്, ചിലതിന് ലിമിറ്റ് ഇല്ല അല്ലെ. ലിമിറ്റ് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ്. ദർ വിൽ ബി ആൻ അപ്പർ ലിമിറ്റ് ഓൺ സൊല്യൂട്ട് കണ്ടന്റ് ഇൻ ദ സൊല്യൂഷൻ. അതിനാണ് നമ്മൾ ഈ സോലിബിലിറ്റി ലിമിറ്റ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ നോക്കിയ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം എന്താണ് ഇന്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇന്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? അവിടെ ഒരു ജോമെട്രിക്കൽ അപ്പർ ലിമിറ്റ് ഉണ്ട് അല്ലെ. ജോമെട്രിക്കൽ അപ്പർ ലിമിറ്റ് ഉണ്ട്. എന്താണ് ജോമെട്രിക്കൽ അപ്പർ ലിമിറ്റ് ഫോർ സൊല്യൂബിലിറ്റി. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ നോക്കിയാലോ, സബ്സ്റ്റിറ്റ്യൂഷനിൽ അവിടെ എന്താണ്? നോ സച്ച് ജോമെട്രിക്കൽ സൊല്യൂബിലിറ്റി ലിമിറ്റ്. നോ സൊല്യൂബിലിറ്റി ലിമിറ്റ്. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ നമ്മൾ നോക്കാന്ന് കഴിക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് ഇത്രയും ആറ്റംസ് ഉണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഇവിടെ ഇത് മാറി സെയിം മെറ്റൽ തന്നെയാണ് മാറി 1 2 3. ഓക്കെ, ഇങ്ങനെ വരുന്നു, സെയിം അറ്റോമിക് അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പൊ നോക്കി ഇവിടെ നമ്മൾ നോക്കി ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു ഇത് ഫസ്റ്റ് കേസിൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു എലമെന്റ് കോപ്പർ ഇൻഡസ്ട്രീഷ്യൽ ആണ്, പ്യുവർ ആയിട്ടുള്ള അയൺ ആണുള്ളത്. അപ്പൊ അതിൽ നോക്കിയ ഒരു കാർബൺ ആറ്റം വന്ന് നിന്നു അല്ലെ. കുറച്ചും കൂടി നമ്മൾ ഇതിലേക്ക് എന്താണ് കാർബണിന്റെ പെർസെന്റേജ് കൂട്ടിയാണ്. അപ്പൊ നോക്കിയ കാർബൺ ആറ്റം കൂടി വരികയാണ്. ഓക്കെ, മൂന്നാമത്തെ കേസ് ആകുമ്പോഴോ അടുത്തൊരു ഇൻഡസ്ട്രിയൽ സൈഡിൽ ഇപ്പൊ താഴേക്കൊക്കെ ആറ്റം ഉണ്ടെന്ന് തൽക്കാലം അസ്യൂം ചെയ്യാം. അപ്പൊ താഴത്തെ ഒരു പോയിന്റിലും കൂടി ആറ്റംസ് പോയി നിൽക്കും അല്ലെ. ഇവിടെ ആറ്റം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും. എന്ന് വെച്ചാല് ഇവിടെ ഇതിനൊരു ലിമിറ്റ് ഉണ്ടല്ലേ, ഈ സൊല്യൂട്ട് ആറ്റത്തിന് ചെന്ന് നിൽക്കാൻ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. എത്ര മാക്സിമം ഇൻഡസ്ട്രിയൽ പൊസിഷൻ വോയിഡ്സ് ഉണ്ടോ അത്രയും സ്ഥലങ്ങളിൽ മാത്രമേ അതിന് പോയി തങ്ങാൻ വേണ്ടി പറ്റൂ അല്ലെ. സോ ദർ ഇസ് എ ലിമിറ്റ്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ സോളിഡ് സൊല്യൂഷൻ കേസിൽ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ. മാക്സിമം അതിന് ഒരു 50% വരെ ടോട്ടൽ വോളിയത്തിൽ നമുക്ക് അതിനെ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ, സൊല്യൂട്ടിനെ. ശരിയല്ലേ? കാരണം ഒന്നിനും ഇത് റീപ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ ആക്ച്വലി ജോമെട്രിക്കലി അതിന് മാക്സിമം ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് ഇവിടെ, മാക്സിമം 50%. ജോമെട്രിക്കലി 50% ആണെങ്കിൽ കൂടി ആക്ച്വൽ പ്രാക്ടിക്കൽ കേസിൽ അത് വളരെ കുറവാണ്. 15 വളരെ കുറവാണ് അതിന്റെ സൊല്യൂബിലിറ്റി ലിമിറ്റ്. നേരെ മറിച്ച് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ നോക്കിയാലോ, നമുക്കറിയാം ഇനീഷ്യൽ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അത് സെക്കൻഡ് കേസിലെത്തുമ്പോൾ സെയിം ആറ്റംസ്, തേർഡ് കേസിൽ അതിന് സെയിം ആറ്റംസ് ഇങ്ങനെയാണ് വരുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഫസ്റ്റ് കേസിൽ എന്താക്കി, ഫസ്റ്റ് അതിന്റെ നമ്മൾ രണ്ടാമത്തെ കോപ്പർ നിക്കൽ അലോയ് ആണ് എടുക്കാം അല്ലെ. ആദ്യം കോപ്പർ, റെഡിൽ കാണിക്കുന്ന കോപ്പർ ആണ്. അപ്പൊ നോക്കി ആദ്യം എന്ത് ചെയ്തു, കോപ്പർ ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിക്കൽ ആറ്റം ആഡ് ചെയ്തു, അതിന്റെ കോൺസെൻട്രേഷൻ കുറച്ചേ ഉള്ളൂ ആദ്യം അല്ലെ. രണ്ടാമത്തെ കേസ് എത്തുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കൂടാൻ തുടങ്ങി. അപ്പോൾ അത് 2 ആറ്റത്തിന് റീപ്ലേസ് ചെയ്തു. പിന്നെയും അങ്ങനെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്നത് കംപ്ലീറ്റ് ആറ്റത്തിനെ അത് റീപ്ലേസ് ചെയ്തിട്ട് അവസാനം നമുക്ക് എന്താ കിട്ടിയത്, കംപ്ലീറ്റ് നിക്കലായിട്ട് കിട്ടും അല്ലെ. കംപ്ലീറ്റ് കോപ്പർ ഉണ്ടായത് നമുക്ക് കംപ്ലീറ്റ് നിക്കലായിട്ട് ഫൈനൽ കിട്ടും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതും അതായത് കംപ്ലീറ്റ് നിക്കലിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്താണ് ഇതിനൊരു അപ്പർ ലിമിറ്റ് ഇല്ല, അതായത് യു ക്യാൻ മിക്സ് ഇറ്റ് ഇൻ എനി പ്രൊപ്പോർഷൻ. ഓക്കെ, സോ കോപ്പർ നിക്കൽ ഫോം സബ്സ്റ്റിറ്റ്യൂഷൻ സോൾഡ് സൊല്യൂഷൻ വിത്തൗട്ട് എനി ലിമിറ്റ്. അപ്പൊ ഇങ്ങനെ 2 കേസാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇൻഡസ്ട്രിയൽ സോളിഡ് സൊല്യൂഷൻ വി ഹാവ് ആൻ അപ്പർ ലിമിറ്റ് ഓഫ് സോളിഡ് സൊല്യൂബിലിറ്റി ആൻഡ് in substitution solid solution there is no geometrical solubility limit. പക്ഷെ എന്നിരുന്നാൽ കൂടി for this interstitial solid solution unlimited solid solubility is not possible, but for substitution solid solution it is geometrically possible to have unlimited solubility, like for examples like copper and nickel which is showing unlimited solubility, but some do not show unlimited solubility. എന്നുവെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ സോൾഡ് സൊല്യൂഷനിൽ അൺലിമിറ്റഡ് സോൾഡ് സൊല്യൂബിലിറ്റി നമുക്ക് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും പല സബ്സ്റ്റിറ്റ്യൂഷൻ സോൾഡ് സൊല്യൂഷനും ഇതുപോലെ അൺലിമിറ്റഡ് സോൾഡ് സൊല്യൂബിലിറ്റി തരുന്നില്ല. അവിടെയൊക്കെ അത് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ സൊല്യൂബിൾ ആണുള്ളൂ, ഈവൺ ഇൻ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സോൾഡ് സൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ സോൾഡ് സൊല്യൂഷനിലോ
ഏകദേശം ജോമെട്രിക്കലി നമുക്ക് ഒരു അപ്പർ സോലിബിലിറ്റി ലിമിറ്റ് ഉണ്ട്, ഏകദേശം 50% നമുക്ക് ഇതിൽ സൊല്യൂബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ് വാല്യൂ, കുറച്ച് മാത്രമേ അത് സോൾവ് ആകുന്നുള്ളൂ, അതിൽ ഡിസോൾവ് ആകുന്നുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ കേസിൽ നമുക്ക് കംപ്ലീറ്റ് വേണമെങ്കിൽ അതിൽ സൊല്യൂബിൾ ചെയ്യാം, പക്ഷെ നമുക്ക് ചില കേസിൽ കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി കിട്ടുന്നു, ചില കേസിൽ കിട്ടുന്നില്ല. അപ്പൊ എന്താണ്, അപ്പൊ അത് ഇതൊക്കെ സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നു അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് ഒരു റൂൾ ഉണ്ട്, അതിനാണ് നമ്മൾ പറഞ്ഞത് ഹ്യൂം-റോത്തറി റൂൾസ്. ഓക്കെ, അപ്പൊ അത് ഒരു പ്രൊഫസർ ഹ്യൂം-റോത്തറി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഹ്യൂം-റോത്തറി ഡെവലപ്പ് ചെയ്ത ഒരു എംപിറിക്കൽ സർട്ടൈൻ അല്ലെ, ഒരു 4 എംപിറിക്കൽ റൂൾസ് ആണ് ഈ ഹ്യൂം-റോത്തറി റൂൾസ് പറയുന്നത്. അപ്പോൾ ഈ ഹ്യൂം-റോത്തറി റൂൾസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ സൊല്യൂബിലിറ്റി ലിമിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്, Hume-Rothery's rule. So Hume-Rothery put forward 4 conditions that govern the substitutional solid solubility. These are known as Hume-Rothery rules. 4 rules ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 4 റൂൾസ് നമുക്ക് ഇനി നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് ഒരു സെക്കൻഡ്. അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞാലും. ആകാശ് കെ എം സർ പ്രസന്റ് സർ. അഖിൽ എം പ്രസന്റ് സർ. അമിത് കെ ഇല്ല. അനിരുദ്ധ് സുരേഷ് പ്രസന്റ് സർ. ധർമ്മേഷ് ഉണ്ട്. ഓക്കെ, ധർമ്മേഷ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാർത്തിക് കോത്തേരി പ്രസന്റ് സർ. മുഹമ്മദ് ലാദിൻ ഉണ്ട്. മുഹമ്മദ് ഷഹസാദ്. ഓക്കെ, മുഹമ്മദ് അസഫ് ഓക്കെ ഉണ്ട്. ഓക്കെ, മുക്താസിം ഉണ്ട്. ഓക്കെ, ഫർദീൻ പ്രസന്റ് സർ. പട്ടേൽ പ്രസന്റ്. ഓക്കെ, സമാ ഓക്കെ ഉണ്ട്. പ്രസന്റ് സർ. സിയാൻ കാണുന്നില്ലല്ലോ. നിഷാഖ് ഓക്കെ ഉണ്ട്. പ്രസന്റ് സർ. കുമാർ ഓക്കെ. പ്രത്യുഷ് പ്രസന്റ് സർ. രാഹുൽ രാജീവ് പ്രസന്റ് സർ. പ്രസന്റ്. അരുൺ രാജീവ് പ്രസന്റ് സർ. സൗരാഗ് പ്രസന്റ്. സൗരവ് ശ്രീജിത്ത് പ്രസന്റ് സർ. വിഷ്ണു എ പി പ്രസന്റ് സർ. ശ്രീരാഗ് വിജയൻ ഉണ്ട്. വിഷ്ണു പ്രസന്റ് സർ. അപ്പൊ അമിത് ഇല്ല. അതുപോലെ മുഹമ്മദ് ഇല്ല. ഓക്കെ, നിങ്ങളെ സെക്കൻഡ് അസൈൻമെന്റ് ഞാൻ ലിൻവേസിൽ ഇന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന്റെ ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാവരും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.